പ്രയാസപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ അവരെ പറയട്ടെ, കരയണ്ട. കാരണം ഇതിന്മേലൊക്കെ ജയം മരിച്ച ഒരുവൻ നമുക്ക് വേണ്ടി ജീവിതത്തിൽ ജീവിക്കുന്നുണ്ട്. ആ ദൈവം കടന്നു വരും. നമ്മൾ പലകാലം വായിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് അതിന്റെ ജയത്തിൽ നമ്മൾ ഉല്ലസിക്കും. അത് ഇന്ന് വരെ നമ്മളെ നിർത്തിയ ഒരു ദൈവം അവിടുന്നാണ്. നമ്മുടെ കഴിവൊന്നും നമ്മുടെ വിടുവിട്ടൊന്നും ഒന്നുമല്ല. നമുക്ക് വേണ്ടി ജയം മരിച്ചു അതിന്റെ തലയെ തകർത്ത് ജയാളിയായി ജീവിക്കുന്നു. അത് ഓർക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. കരയില്ല, തുറക്കുവാൻ അതിന്റെ മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യനായി ഇന്നും നമുക്ക് വേണ്ടി ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. കാലം ദൈവം നമ്മളെ ബലപ്പെടുത്തത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗത്തിൽ വിശ്വസിച്ചോടെ നിൽക്കാൻ വേണം. ദൈവം നമ്മളെ ബലപ്പെടുത്തണം. ഇതിനാൽ ദൈവം ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രാർത്ഥന ചോദിച്ചത് ദൈവത്തിന്റെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു സഭായോഗം നമുക്കൊന്ന് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നൽകിയ അതുപോൽക്കായ ദൈവത്തെ സ്തുതിക്കുന്ന ആയുസ്മാറിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും യേശു ക്രിസ്തു നമ്മളെ സ്നേഹമന്ത്രം അറിയിക്കുന്ന കർത്താദാസനെയും കുടുംബത്തെയും കഴിഞ്ഞ ഒരാഴ്ചയും കൂടി അവരെയും നമ്മളെല്ലാം കർത്താവ് പരിപാലിച്ച കപോൽക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതം അനുഭവിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. വല്ലാത്ത ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ അതെല്ലാം നിവൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അത് ദുർഘട സമയം മാറത്തില്ല. അത് വ്യത്യാസം വരില്ല. ഭൂകമ്പങ്ങൾ ഇനിയും കൂടുകയുള്ളൂ, രോഗങ്ങൾ കൂടുകയുള്ളൂ, കൊലപാതകങ്ങൾ ആത്മഹത്യകളൊക്കെ വർദ്ധിച്ചു വരുള്ളൂ, യുദ്ധങ്ങൾ വർദ്ധിച്ചു വരത്തുള്ളൂ. എന്നാൽ അതിന് മധ്യത്തിൽ നമ്മൾ നിലനിൽപ്പാൻ ദൈവത്തിന് സമയമുണ്ട്. ദൈവത്തിന് സമയം വരെ കർത്താവ് നമ്മളെ ഉള്ളങ്കയിൽ വഹിക്കും എന്നൊരു സത്യം ഉണ്ടെങ്കിൽ തന്നെ മറുവശത്ത് നമ്മുടെ പ്രാർത്ഥന വളരെ ആവശ്യമാകുന്നു. സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് ഈ നാളുകൾ അതിനുവേണ്ടി കൂടുതലായി നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. പലതും കണ്ടും കേട്ടും ഭയപ്പെടാൻ വേണ്ടിയല്ല. ആ ഭയം ഉണ്ടാകും. പക്ഷെ ആ ഭയം വരുമ്പോൾ ദൈവസ്ഥലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്ന് പകലും സ്തോത്രം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം അല്ലെങ്കിൽ സംഗീതത്തിന് പ്രബോധനം കർത്താവിൻ്റെ ആത്മാവ് ദേവദാസൻ നിമിത്തമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്ന അതിനോട് ചേർന്ന് തന്നെ ഒന്ന് രണ്ട് ഞാൻ ചിന്തിക്കുകയാണ്. കഴിഞ്ഞാഴ്ച വന്നപ്പോഴും പലപ്പോഴും വരുമ്പോൾ പാസ്റ്ററിൻ്റെ വചന ശുശ്രൂഷയും കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് നൽകുന്നെല്ലാം ഒന്നിച്ച് ആയതുകൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞാഴ്ച ഓർപ്പിച്ച ആ വേർപാട് സ്തോത്രം. വെളിച്ചം നല്ലതെന്ന് കണ്ടിട്ട് ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും വേർതിരിച്ചു. സ്തോത്രം. അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ സംഗീതന ഭാഗം സങ്കീർത്തനം 20:10 വാക്യം വായിക്കാവോ? സ്തോത്രം. സങ്കീർത്തനങ്ങൾ 20:10 അവിടെ വായിക്കുകയാണ്. അവരോ കുഞ്ഞിന് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. അപ്പോൾ അവരും വീണു, ഞങ്ങളും വീണു. ആര്? ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ജാതികളായിക്കോട്ടെ, അല്ല സഭയിൽ തന്നെ രണ്ട് കൂട്ടരുണ്ട്. യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കാത്ത, ദൈവത്തിൽ വിശ്വാസം പൂർണ്ണമായി ഇല്ലാത്തവരുണ്ട് സഭയിൽ തന്നെ. എന്നാൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരുണ്ട്. സ്തോത്രം. കർത്താവിന് വേണ്ടി ചിലർക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കൂട്ടരുണ്ട്. ഒന്നും വേണ്ടതൊക്കെ ഇങ്ങനെ പോയിക്കോളും എന്ന് ചിന്തിക്കുന്ന കൂട്ടരും അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ സംഗീതക്കാരൻ പഴയ നിയമത്തിൽ പറയാണ്, അവർ വീണു, കുഞ്ഞിഞ്ഞ് വീണുപോയി. പക്ഷെ ഞങ്ങളും വീണു, പക്ഷെ എഴുന്നേറ്റു, ഞങ്ങൾ നിവർന്ന് നിൽക്കും. അത് നമ്മുടെ ശക്തി കൊണ്ടല്ല, കർത്താവിന്റെ കൃപയാൽ, അവൻ്റെ ആത്മശക്തിയാൽ. കാരണം കുഞ്ഞിനിരിക്കുന്നവരെ നിവർത്തിന് ദൈവത്തിന് പ്രവർത്തിക്കാൻ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അത് രണ്ട് വേഗത്തിൽ രണ്ട് ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എസ്തർ, प्रेज़ द लॉर्ड. जय मसीह. क्या हुआ? कोई गवाही नहीं दिया? बहुत महीने के बाद इस साल में पहली बार आई हो, है ना? किससे पहले आई? इस साल में पहली बार आई ना? എന്നാ ഈ വർഷം ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? हाँ पहली बार. गवाही नहीं दिया, कुछ नहीं है बोलने के लिए. प्रेज़ द लॉर्ड. ഹല്ലേലൂയ. രണ്ട് ഉദാഹരണങ്ങൾ. ഒന്ന് വേർതിരിവ്. അവിടെ വേർതിരിവ് ദൈവം കാണിക്കുകയാണ്. വേർപിരിച്ചു. കുഞ്ഞിരിക്കുന്നവർ, അതേ ഒരു കൂട്ടർ അവർ വീണ് പോയപ്പോൾ വേറൊരു കൂട്ടർ ദൈവത്തിന് അത് പറയുന്നത് അതിൻ്റെ 9 വാക്യം പറയുന്നത്, ചിലർ രഥങ്ങളിലും കുതിരയിലും മാനുഷികമായ ശക്തിയിലും മാനുഷികമായ ബലത്തിലും പണത്തിലും ചിലർ ആശ്രയിക്കുമ്പോൾ അവർ അങ്ങനെയുള്ളവർ വീണു പോകുന്നു. എന്നാൽ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്ന
ആ കൂട്ടത്തെക്കുറിച്ച് ദൈവം വേർതിരിച്ചിട്ട് പറയുകയാണ്, അവർ വീണാലും എന്ത് ചെയ്യും, അവരെ ഞാൻ അതേ എഴുന്നേൽപ്പിക്കാൻ മാത്രമല്ല ഞാൻ അവരെ നിവർത്തും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അത് നല്ലൊരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഒന്ന് ലേവ്യരെ കുറിച്ച്. ദൈവം ലേവ്യ ഗോത്രത്തെ വിളിച്ച് വേർതിരിച്ചു. അത് വായിക്കാം. സ്തോത്രം, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 26, എക്സോഡസ് 32:26. പുറപ്പാട് പുസ്തകം 32:26. നമുക്കറിയാം, അവർ കാളക്കുട്ടി ഉണ്ടാക്കി. ആ കാളക്കുട്ടി നിമിത്തമായിട്ട് ദൈവജനം നശിക്കപ്പെടുവാണ്. ദൈവം അവരുമേ കോപം അയച്ച് അവർ നശിക്കുകയാണ്. എന്നാൽ അവിടെ മോശ പറയുന്നൊരു കാര്യമാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. മാപിക്കാലിക്ക 32:26. नेपाली लाई पढ़ो। जो मेरे पक्ष में को क्या बोलते हैं हिंदी नेपाली में? जो मेरे पक्ष में है, जो मेरे पक्ष में। हाँ हाँ, जो मेरे पक्ष में. സോ എൻ്റെ യഹോവയുടെ പക്ഷത്തുള്ളവൻ വരട്ടെ. സ്തോത്രം, വേർതിരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യത്തെ എൻ്റെ ദൗത്യം എന്തായിരുന്നു? ഈ പാപം ചെയ്ത ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയാ. അയ്യോ, പാപം ചെയ്തവരെ അവരെന്ത് ചെയ്തു? ദൈവത്തെ തെറ്റിച്ചെന്ന് പറയാണ്, പാട്ടുപാടാണ്. അഹരോൻ പാടിക്കുകയാണ്. എന്താ പാട്ട്? ഇതാണ് ഈ ദൈവം, ഈ കാളക്കുട്ടിയാണ് നിങ്ങളെ വിടുവിച്ച് ഫറോന്റെ കയ്യിൽ നിന്നും, മിസ്രൈമിന്റെ കയ്യിൽ നിന്നും മാത്രം ചെങ്കടലൊക്കെ നിങ്ങളെ കടത്തി വിട്ടത് ഈ പറഞ്ഞ കാളക്കുട്ടിയാണ്. അതിലും വലിയ പൊട്ടത്തരം ഉണ്ടോ? സ്തോത്രം. ഇവർ അനുഭവിച്ച കാര്യമാണ്. അതിൻ്റെ കൂടെ ജനം പാടാനും. ഇന്നത്തെ കാലത്ത് നടക്കുന്ന നമ്മുടെ വലിയ ന്യൂ ജനറേഷനിലൊക്കെ ഇതൊക്കെ നടക്കുന്നത്. മാത്രം നമ്മുടെ ബന്ധുക്കോസി അത് കണ്ടിട്ട് നമ്മുടെ ആൾക്കാരും പലതൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി. സ്തോത്രം. അപ്പോൾ ദൈവം പറയണം, അത് എപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ. അതിന് ആര് ധൈര്യം കാണിച്ചു? ലേവി ഗോത്രം ധൈര്യം കാണിച്ചു. 3000 പേരാണ് അന്ന് കൊന്നത്. 3000 പേർ അവിടെ കൊണ്ടപ്പോൾ ഞങ്ങളെ ബൈബിൾ സ്കൂളൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതിനോട് ചേർന്നാണ് ഹല്ലേലൂയ പെന്തക്കോസ് എന്ന ആൾ 3000 പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. അതിനോട് ഒരു ക്രമമായിട്ട് പശ്ചാത്തലം ആയിക്കോട്ടെ. സ്തോത്രം. ഞങ്ങളത് അങ്ങനെ വിശ്വസിക്കുന്നു. ആ 3000 പേരെയാണ് ഇവിടെ ദൈവം. അത് നല്ല കാര്യം. സ്തോത്രം. അപ്പോൾ പക്ഷേ കാര്യം എന്താണ്? വേർതിരിച്ചു ലേവി ഗോത്രം. അതുകൊണ്ട് ഇന്ന് ഈ സമയം വരെയും ഇസ്രായേലിൽ ലേവ്യരാണ് ദൈവത്തിന് വേണ്ടി ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത്. അത് ആ കാലത്ത് ദാവീദിന്റെ കാലത്ത് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്, കണക്ക് തെറ്റിപ്പോയി. 1 ദിനവൃത്താന്ത പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 2-ാം വാക്യം 3-ാം വാക്യം പറയുന്നത് 38,000 ആൾക്കാരാണ് ലേവ്യരാണ് ആ ഗോത്രത്തിൽ ഉണ്ടായത്. 38,000 പേരാണ് ആ ഗോത്രത്തിൽ. ഈ ഗോത്രം മുഴുവനും ദൈവത്തെ സേവിക്കാൻ വേണ്ടി, ആലയത്തിൽ പണി ചെയ്യാൻ വേണ്ടി. അതിൽ 3000 പേർ പൂർണ്ണമായി ആലയത്തിൽ പണി ചെയ്യാൻ വേണ്ടി ദൈവം നിയോഗിച്ചു. അവിടെ കിട്ടിയാണ് അത് വായിച്ചേ. 4000 പേര് പാട്ടുപാടാൻ വേണ്ടി. അയ്യോ, 4000 പോയിട്ട് 4 പേരെ നമ്മുടെ സഭയിൽ കുടുംബം സ്തോത്രം ഉള്ളൂ. 4000 പേര് പാട്ടുപാടാൻ, 4000 പേര് സ്തോത്രം ദൈവത്തിന് ആലയം കാക്കാൻ, ദേവാലയം കാക്കാൻ 4000 പേര്. സ്തോത്രം. ഈ ഒരു വലിയ കൂട്ടത്തിൽ നിന്നാണ് ദാവീദ് സ്തോത്രം പൗലോസിനെ വിളിച്ച് വേർതിരിച്ചത്. അപ്പം നമ്മുടെ പള്ളിയും നമ്മുടെ അമ്പലമൊക്കെ വലുതായിരുന്നോ? ഒത്തിരി രക്ഷിക്കപ്പെട്ട പാസ്റ്റർമാർ ഉള്ളും ഞങ്ങൾ വലിയ പള്ളിയിൽ നിന്ന്, ഞങ്ങൾ വലിയ മെത്രാനെ വിട്ടിട്ടാണ് ഞങ്ങൾ വന്നത്, ഞങ്ങൾ വലിയ അമ്പലത്തിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ അമ്പല പൂജ ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. സ്തോത്രം. ഒന്നുമില്ല. ആ സാക്ഷ്യങ്ങളൊക്കെ വെള്ളം പൊളിയാണ്. പറയേണ്ട ആവശ്യം ഞാൻ പലപ്പോഴും പറയും. കാരണം 1 മണിക്കൂർ 1 മണിക്കൂർ കൊടുത്താലും ഇപ്പോഴത്തെ പല സഹോദരിമാരും പറയും, 1 മണിക്കൂർ കൊണ്ട് സാക്ഷ്യം പറഞ്ഞാൽ തീരത്തില്ല. യൂട്യൂബിലെ അല്ലെങ്കിൽ ഒരു സൂം മീറ്റിംഗ് കയറുമ്പോൾ പറയാം 1 മണിക്കൂർ. കാരണം ഇഷ്ടംപോലെ വിവരിക്കാനുണ്ട്. ആരെക്കുറിച്ച്? ദേവന്മാരെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ അന്ധമായ വിശ്വാസത്തെക്കുറിച്ച് വിവരിക്കാൻ അവർക്ക് സമയം. ആ സമയം പോരാന്ന്. പൗലോസ് കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല. ഇത്രയും വലിയ പള്ളി വിട്ട് അത് 4000 പേര്, അതേസമയം 4000 ലേവ്യരാണ് ഇതിനെ കാവൽ ചെയ്തത്. ആ ഒരു ആലയം വിട്ടിട്ട് വന്ന ആൾക്ക് പറയാൻ ഒന്നുമില്ല. നമ്മൾ ഇച്ചിരി പോകുന്ന ഒരു ആലയം വിട്ടിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർക്ക് 2-3 മണിക്കൂറാണ് അവർക്ക് സാക്ഷ്യം പറയേണ്ട ആവശ്യം. സ്തോത്രം. അപ്പോൾ ദൈവം അവിടെ വേർതിരിക്കുകയാണ്. സ്തോത്രം. 4000 പേർ ദൈവം വേർതിരിച്ചു. അങ്ങനെ ഓരോ കാര്യം കർത്താവ് വേർതിരിക്കുകയാണ്. അതൊരു ഉദാഹരണം മാത്രമല്ല. പിന്നെയും ഹന്നയുടെ ജീവിതം കർത്താവ് ഓർപ്പിച്ചത്. ഹന്നയുടെ ജീവിതത്തിൽ പഠിയ 1 ശമൂവേൽ 1 അധ്യായം 6 വേഴ്സ്. 1 ശമൂവേൽ 1-ാം അധ്യായം
വായിക്കാൻ നമുക്കറിയാം, ആ ഭാഗം അറിയാമെന്ന് വായിപ്പിക്കുന്നില്ല. അതറിയാം. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് അവളുടെ പ്രതിയോഗിയായ പെനീന എന്ത് ചെയ്തു? അവളെ വ്യസനിപ്പിച്ചുകൊണ്ടിരുന്നു, മുഷിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ മുഷിപ്പ് നിമിത്തം, ഈ കഷ്ടത, പാസ്റ്റർ പറഞ്ഞ കഷ്ടത, അതേ ഈ കഷ്ടത നിമിത്തം, മുഷിപ്പ് നിമിത്തം അവൾ എന്ത് ചെയ്തു? അവൾ വീട്ടിൽ കരഞ്ഞു, ഉപവസിച്ചു. മാത്രമല്ല കിട്ടുന്ന സമയം അവൾ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം നമ്മുടെ കഷ്ടതയിൽ എന്ത് ചെയ്യണം? ആലയത്തിൽ വരണം. അവൾ ഞായറാഴ്ച മാത്രമല്ല വന്നുകൊണ്ടിരുന്നത്. പിന്നെ എന്താ സമയം കിട്ടും. അതിനുവേണ്ടി എന്ത് ചെയ്തു ദൈവം? അവളെ കുത്തുവാൻ ഒരു പ്രതിയോഗിയെ കൊടുത്തു. എവിടെ? വീട്ടിൽ തന്നെ. പാസ്റ്റർ പറയും നമ്മുടെ വീട്ടുകാരനെ നമുക്ക് എതിരാ. എന്തിനാ ആക്കിയത്? എന്നിട്ടും നമ്മൾ ആലയത്തിൽ വരുന്നുണ്ടോ? സ്തോത്രം. എന്നിട്ടും നമ്മൾ സഭായത്തിന് മുടക്കുക, എന്തെങ്കിലും കാരണം പറഞ്ഞ് മുടക്കുക. ഇവിടെ സ്തോത്രം ഹന്ന കാണിക്കുന്നത് അതേ, അവൾ പനീന നിമിത്തം അവൾ മുഷിഞ്ഞു. മുഷിപ്പ് വന്നപ്പോൾ അവൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. വീട്ടിൽ മാത്രമല്ല സമയം കിട്ടുമ്പോഴൊക്കെയും അവൾ ആലയത്തിൽ വരുമായിരുന്നു. അത് നിമിത്തം എന്ത് ചെയ്തു? അവൾ വേർതിരിച്ചു അവളെ തന്നെ. ദൈവം അവളോട് ചോദിച്ചു. പക്ഷെ ദൈവത്തിന് ഹിതമായിരുന്നു ശമൂവേലിനെ സമർപ്പിക്കാൻ. പക്ഷെ ദൈവം വാക്കാലോ അത് ദർശന നിമിത്തമോ അവളോട് സംസാരിച്ചില്ല. എന്നാൽ അവളുടെ ജീവിതത്തിലെ വർഷങ്ങളായിട്ടും അവൾ അനുഭവിച്ച ആ മുഷിപ്പും ആ പ്രയാസ നിമിത്തം അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന് ഹിതമുണ്ട്. ഈ കാലത്തിൽ ഏലിക്ക് ദർശനമില്ല. ഏലിയുടെ മക്കളോ നീചന്മാരായിരുന്നു ബൈബിൾ പറയുന്നത്. നീചന്മാർ ആയിരുന്നു. സകല ദുഷ്പ്രവൃത്തി അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവരെ കണ്ടിട്ട് പോലും ഹന്ന തീരുമാനമെടുത്തു, ഞാൻ അങ്ങ് എനിക്കൊരു പുത്രനെ നൽകിയാൽ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും. സ്തോത്രം. അത്രയും വലിയ സമർപ്പണം നമുക്കിന്നും കാണുന്നില്ല. സ്തോത്രം. മാത്രം പലരും പോലും അയ്യോ പലരും പറയുന്നതാണ് ഈ വേലയ്ക്ക് വേണ്ടി. കാരണം ഇത് തട്ടിപ്പും വട്ടിപ്പുള്ള വേലയാണ് പാസ്റ്റർമാർ. അങ്ങനെയുള്ള പാസ്റ്റർമാരെ കണ്ടുകൊണ്ടാണ്. അവർ പാസ്റ്റർമാരല്ലല്ലോ. തട്ടിപ്പും വട്ടിയും ചെയ്യുന്ന ആൾ പാസ്റ്റർമാർ അല്ല. പിന്നെ അത് ചെയ്താൽ തന്നെ ഞാനല്ല ചോദിക്കാൻ, കർത്താവ് ചോദിച്ചോളും. സകലം വാക്കിനാൽ പറയുന്ന ഒരു വാക്കിന് പോലും നമുക്ക് ന്യായവിധി ഉണ്ടെങ്കിൽ ഒരു പാസ്റ്റർ ഒരു വിശ്വാസി തട്ടിപ്പ് ചെയ്താൽ എത്രത്തോളം ദൈവം ചോദിക്കും? സ്തോത്രം. അത് ഭാരപ്പെടണ്ട. സ്തോത്രം. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പാസ്റ്ററല്ല നമ്മൾ വിളിച്ചത്, വിശ്വാസിയാണ് നമ്മൾ വിളിച്ചത്. മുഖാന്തരമായിരിക്കും, സഭയിൽ വരാൻ മുഖാന്തരമായിരിക്കും. പക്ഷെ വിളിച്ചത് സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. എന്ത് സ്വന്തം രക്തം നൽകി കർത്താവ് നമ്മെ വീണ്ടെടുത്തു. മാത്രമല്ല യേശുക്രിസ്തുവിന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അത് പിതാവായ ദൈവം ചെയ്ത കാര്യമായിരുന്നു. പിതാവായ ദൈവം തകർത്തു, മകനായ യേശുക്രിസ്തു സ്വയമായി ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അപ്പോൾ ഹന്നയുടെ ജീവിതത്തിലും അത് ദൈവം വേർതിരിച്ചു. എന്തിനു വേണ്ടി? അത് ദൈവത്തിന് ഹിതം മനസ്സിലാക്കി ആ കുഞ്ഞിനെ ദൈവത്തിന് വേർതിരിച്ചപ്പോൾ അവൾ തന്നെ സ്വയമായി സമർപ്പിച്ചു. അവൾക്കറിയാം ആകെ കിട്ടുന്ന കുഞ്ഞാണ്. പക്ഷെ അത് വർഷങ്ങളോളം എനിക്ക് മക്കളില്ലായിരുന്നു. പക്ഷെ ലഭിക്കുന്ന കുഞ്ഞിനെ ഒന്ന് താലോലിക്കാം, ഒന്ന് സ്നേഹിപ്പാനൊക്കെ അവസരം വേണ്ടേ? അതേ ആലയത്തേക്ക് വിട്ട്, ആലയത്തിൽ അന്നത്തെ കാലത്തൊക്കെ ചെറുപ്പത്തിലാണ് വിടുന്നത്. അവിടെ പറയുന്ന മുലകൂടി കഴിഞ്ഞ് അവന് അല്പം പ്രായമായപ്പോൾ അവനെ ആലയത്തിലേക്ക് വിട്ടു. നമ്മളെ പോലെ 20-30 വയസ്സ് വരെ കാക്കുകയല്ല. അപ്പോൾ ചെറുപ്രായത്തിൽ അപ്പോൾ അവൾക്ക് അവനെ കൂടുതലായി സ്നേഹിപ്പാൻ പോലും സമയം ലഭിച്ചില്ല. എന്നാലും കുഴപ്പമില്ല, എൻ്റെ ദൈവത്തിന് ആലയത്തിൽ ഒരു ശുശ്രൂഷകനായി ഏൽപ്പിക്കുന്നത് ആണ് ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് അവൾ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. അവൾ തന്നെ ആ കുഞ്ഞിനെ കർത്താവ് നാമത്തിന് വേണ്ടി വേർതിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ നമ്മൾ ആരും അത് ക്ഷീണിച്ചു പോകാൻ, ഭാരപ്പെട്ടു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവിന് വേണ്ടി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിപ്പാൻ. കഷ്ടങ്ങളും ഭാരങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. അത് നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ അയൽവാസിയോ നമ്മുടെ നമ്മുടെ വീട്ടുകാർ, സ്വന്തം ഭർത്താവോ ഭാര്യ മക്കളോ നമ്മളെ നിന്ദിച്ചാലും അതിൽ ഒരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. എന്താ ഉദ്ദേശം? ഞാൻ ദൈവത്തിന് പ്രയോജനപ്പെടണം, ഞാൻ അതിനു വേണ്ടി സമർപ്പിക്കണം, ഞാനായി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടണം. കർത്താവെ ഞാൻ പോയിക്കോളാം, ഞാൻ ചെയ്തോളാം, ദൈവത്തിന് എനിക്കാം. അപ്പം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൂട്ടാൻ വേണ്ടി, നമ്മുടെ ആരാധനാ ജീവിതം സമയങ്ങൾ കൂട്ടാൻ വേണ്ടി, ദൈവത്തിൽ നിന്ന് ധ്യാനിക്കുന്ന സമയങ്ങൾ കൂട്ടാൻ വേണ്ടിയാണ് ഈ കഷ്ടങ്ങൾ. സ്തോത്രം. മറ്റു പലരും മനുഷ്യർ ചോദിക്കും, നിങ്ങൾ ഈ യേശുവിനെ പിൻപറ്റി നിങ്ങൾക്ക് കഷ്ടതയാണല്ലോ, ദുരിതമാണല്ലോ, നിങ്ങളുടെ കഷ്ടമൊന്നും മാറിയിട്ടില്ലല്ലോ. സ്വതം അവരോട് പറയേണ്ട ഈ കഷ്ടത അതേ മാറാൻ വേണ്ടിയല്ല, എന്നെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാ. സ്തോത്രം. കഷ്ടത ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാ. പപ്പയും മമ്മിയും സ്വതം അല്ലെങ്കിൽ മക്കളെ അപ്പനമ്മമാർ മക്കളെ തല്ലുന്നതിനാ? കൊല്ലാൻ വേണ്ടിയാണോ? അല്ല. ഇന്നത്തെ കാലത്തിന് കൊല്ലാൻ വേണ്ടിയാണ് ഒരു പക്ഷം അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്. കൊല്ലാൻ വേണ്ടിയല്ല, അവർ നന്നാൻ വേണ്ടിയാ. സ്വതം അല്ലേ? നന്നാൻ വേണ്ടിയാ. വഴിക്ക് പറയുന്നത് എന്തിനാണ്? നന്നാകാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് അത് ബൈബിൾ പറയുന്നു, പിതാവായ ദൈവം നമ്മളെ തല്ലുന്നുണ്ട്. സ്തോത്രം. അടിക്കുന്നുണ്ട്. അടി തന്നെ പറയാം, അടിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി, നാം അവനോട്
ചേരാൻ വേണ്ടി. നല്ലൊരു ഉദാഹരണമാണല്ലോ ഹന്നയുടെ. അവൾക്ക് ആ കഷ്ടമുണ്ടായിട്ടും അവൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. പക്ഷേ എന്താണ് അവളുടെ പ്രാർത്ഥന ഏലി പുരോഹിതന് മനസ്സിലായില്ല. സ്തോത്രം. അവിടെ പറയാമല്ലോ, ഏലിയും ഏലിയുടെ മക്കളും അവർ നശിച്ചുപോയി. സ്തോത്രം. അവർ വീണ് അതേ വീണുപോയി, ഇല്ലാതെ ആയിപ്പോ. പക്ഷേയോ ഈ പറഞ്ഞ ഈ സഹോദരിയുടെ മകൻ അതേ ശമേൽ പ്രവാചകൻ ഇന്ന് വരെയും, ബൈബിൾ നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ ഇന്ന് വരെയും ശമേൽ ഇസ്രായേലിലെ ദാൻ മുതൽ ബേർശേബ വരെ, അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. അത് ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന പ്രവാചകനായ ദൈവം അവനെ തീർത്തു. അവൻ എഴുന്നേറ്റ്, ആ വീണ മാത്രമല്ല, അവൻ എഴുന്നേറ്റ് അത് കുഞ്ഞിനെ നിവർത്ത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നിവർത്തി അത് നിവർന്ന് നിൽക്കുമാറാക്കി. സ്തോത്രം. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവരെ അത് ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. പ്രൈസലോ. ചിലപ്പോൾ നമ്മളെ നിന്ദിക്കുന്ന ഒരു വാക്ക് നിമിത്തമായിരിക്കും ഒരു വ്യക്തിയോ ചിലപ്പോൾ അവരുടെ കുടുംബമോ നശിച്ചു പോകുന്നത്. ആ ദൈവത്തിൻ്റെ നീതിയാണ്. നമുക്ക് കർത്താവിനെ നശിപ്പിക്കണമെന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ല. അത് അങ്ങനെ ആയിക്കോളും. ദൈവത്തിന് ചെയ്തും. പക്ഷേ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങൾ ദൈവത്തിന് ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ വീണാലും ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമുണ്ട്. അതേ കുഞ്ഞിനിരുന്നാലും ഞങ്ങളെ നിവൃത്തിമാരാക്കുന്ന കർത്താവുണ്ട് എന്ന ധൈര്യത്തോടെ ഈ പുതിയ മാസം കർത്താവ് നമുക്ക് നൽകുമെങ്കിൽ അത് കർത്താവിനെ പൂർണ്ണമായി നിൽപ്പാൻ ദൈവാത്മ നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, സഹായിക്കും. ചേട്ടെ. പ്രൈസ് ദി ലോർഡ്.